ഹായ് ഗൈസ്. സോ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ ഇൻഡെക്സ് ഓഫ് മെത്തേഡൊക്കെ യൂസ് ചെയ്ത് നമ്മൾ നോക്കിയിരുന്നു അല്ലേ. പക്ഷേ ഇൻഡെക്സ് ഓഫ് ഒബ്ജക്ട്സിൽ വർക്ക് ആവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. കാരണം ഒബ്ജക്ട്സ് ആർ റെഫറൻസ് വാല്യൂസ് ആണ്. സോ ഒബ്ജക്ട്സ് റെഫറൻസ് വാല്യൂ ആയതുകൊണ്ട് ഒബ്ജക്റ്റിൽ വർക്ക് ആവില്ല. അപ്പോൾ ഒബ്ജക്റ്റിലുള്ള അറേയിലുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്നും ആ പെർട്ടിക്കുലർ ഫൈൻഡ് ചെയ്ത് ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് കിട്ടണമെങ്കിൽ അതിന് ജാവാ സ്ക്രിപ്റ്റിൽ അറേസിൽ രണ്ട് മെത്തേഡ് ഉണ്ട്. അതാണ് ഫൈൻഡ് മെത്തേഡും പിന്നെ ഫൈൻഡ് ഇൻഡെക്സ് മെത്തേഡും. സോ ഫൈൻഡ് മെത്തേഡ് ബേസിക്കലി എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഫസ്റ്റ് മാച്ച് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ നമ്മുടെ എക്സാമ്പിൾ എടുക്കാൻ നമുക്കിവിടെ പ്ലെയർ ഉണ്ട്, ഒരു നെയിം കൊടുക്കുന്നുണ്ട്. ലൈക്ക് നെയിം സച്ചിനുണ്ട്, പ്രോപ്പർട്ടി രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട് അറേയുടെ ഉള്ളിൽ. ആദ്യത്തേൽ ആ ഒബ്ജക്റ്റിൽ ഈ നെയിം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്, അതിൻ്റെ വാല്യൂ ആദ്യത്തേൽ സച്ചിൻ ആണെങ്കിൽ രണ്ടാമത്തേൽ ദ്രാവിഡാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ എനിക്ക് സച്ചിനുള്ള ഒബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ദ്രാവിഡ് എന്നുള്ള ഒബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതാണ് കണ്ടെത്തണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ഞാൻ കമൻ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, കോൺസ്റ്റ് നെയിം ഈക്വൽ ടു ഈ അറേ കൊടുക്കുക, പ്ലെയർ ഡോട്ട് ഫൈൻഡ്. പിന്നെ ഇതിൽ 3 ആർഗ്യുമെൻ്റ് എടുക്കും. സോ ഫസ്റ്റ് വന്നിട്ട് പി ഒബ്ജക്റ്റ് കോമ പി ഇൻഡെക്സ് കോമ പി അറേ. ഓക്കെ, എന്നിട്ടൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതുക. എന്നിട്ട് ഇവിടെ ഞാൻ റിട്ടേൺ ചെയ്യണം എന്താണ്, നമുക്ക് ദ്രാവിഡാണ് നെയിം കണ്ടെത്തുന്നുണ്ടെങ്കിൽ പി ഒബ്ജക്റ്റ് ഡോട്ട് നെയിം ഈക്വൽ ടു ദ്രാവിഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗിൽ നമുക്ക് ഇത് കൊടുക്കാം, നെയിം കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാവും, അറേ പ്ലെയർ എന്ന് പറഞ്ഞ അറേയാണ്, അറേ ഡോട്ട് ഫൈൻഡ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഫൈൻഡ് മെത്തേഡിൽ ആർഗ്യുമെൻ്റ് ആയിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, അതാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ. ഇതൊരു കോൾ ബാക്ക് ഫംഗ്ഷനാണ് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ, ലൈക്ക് മെത്തേഡിൻ്റെ ഉള്ളിൽ ഫൈൻഡ് എന്നുള്ള ഫൈൻഡ് മെത്തേഡ് ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു കോൾ ബാക്ക് ഫംഗ്ഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതൊരു കോൾ ബാക്ക് ആണ്, ഇത് അനോണിമസ് ഫംഗ്ഷനാണ്. സോ ആരോ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു നല്ല സിനാരിയോ ആണ്, കാരണം വൺ ടൈം യൂസിലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ആരോ ഫംഗ്ഷൻ പ്രിഫർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി കോൾ ബാക്കിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 3 ആർഗ്യുമെൻറ്റ്സ് വരെ കിട്ടും. ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ പി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ ഒബ്ജക്റ്റ്, ഇതൊരു പി ഒബ്ജക്റ്റ് ആയിട്ട് വരും. രണ്ടാമത്തെ ലൂപ്പിൽ ഇതൊരു പി ഒബ്ജക്റ്റ് ആയിട്ട് വരും, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പി ഒബ്ജക്റ്റ് വരുന്നത്. സോ ബേസിക്കലി അതെന്ന് പറഞ്ഞാൽ കറണ്ട് എലമെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. സോ 1 ഒബ്ജക്റ്റ് അറ്റ് എ ടൈം, കറണ്ട് എലമെൻ്റാണ് ഇത് പി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പി ഇൻഡെക്സ് ആണ്, ഞാൻ പി ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പാരാമീറ്ററിന് കാണിക്കാൻ വേണ്ടി ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പി ഒബ്ജക്റ്റ് പി ഇൻഡെക്സ് പി ആർ എന്നൊക്കെ പറയുന്നത് പാരാമീറ്റർ ആയതുകൊണ്ടാണ് ഞാൻ പി ആഡ് ചെയ്യുന്ന ഫ്രണ്ടിൽ. സോ അതുകൊണ്ടാണ് പി ഇൻഡെക്സ് ഞാൻ പറഞ്ഞിരുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം കേട്ടോ, ഞാനിവിടെ കൊടുത്തു നോക്കുള്ളൂ പി ഇൻഡെക്സ്. സോ ഇതെന്ന് വെച്ചാൽ കറണ്ട് എലമെൻ്റ് ഇൻഡെക്സ് ആണ്. സോ ഇനീഷ്യലി ഇത് വലിയ 0 ആയിരിക്കും, അടുത്ത ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ അങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് നമുക്ക് പി അറേ ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ ഫുൾ അറേയാണ് ഉണ്ടാവുക. പക്ഷേ മോസ്റ്റ് കേസിൽ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് മാത്രം മതിയോ, പി ഒബ്ജക്റ്റ് മാത്രം മതിയോ നിങ്ങളുടെ മോസ്റ്റ് ഓഫ് ദി കേസസിലും. മേ ബി ഇൻഡെക്സും കൂടി എടുക്കേണ്ടി വരും. ഫുൾ അറേ എടുക്കേണ്ട കേസും വളരെ റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് ആണ്. ഓക്കെ, ബട്ട് മോസ്റ്റ് ഓഫ് ദി കേസിൽ ഇതായിരിക്കും എടുക്കേണ്ടാവുക. പിന്നെ ഫൈൻഡ് മെത്തേഡ്, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഫൈൻഡ് മെത്തേഡ് അത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേയിലുള്ള ഓരോ എലമെൻറ്റും കോൾ ബാക്ക് ആയിട്ട് റൺ ചെയ്യും. സോ കോൾ ബാക്കിൽ ഈ വാല്യൂ ട്രൂ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന നെയിം ദ്രാവിഡ് ആണ്. ഇപ്പോൾ പി ഒബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റ് എടുത്തു. സോ ഒബ്ജക്റ്റ് ഡോട്ട് നെയിം സച്ചിൻ ആണ്, അപ്പോൾ സച്ചിൻ ഈക്വൽ ടു ദ്രാവിഡ് ഫാൾസ് ആണ്. അടുത്തെടുത്തു, സോ നെയിം മാച്ച് ആവുന്നുണ്ട്, ട്രൂ ആവുന്നുണ്ട്. സോ ഇങ്ങനെ ട്രൂ ആയി വന്നാൽ ബേസിക്കലി കോൾ ബാക്ക് ട്രൂ റിട്ടേൺ ചെയ്യണം. ഇവിടെ ഇത് കണ്ടീഷൻ രണ്ടാമത്തെ കേസിൽ ട്രൂ ആവും. സോ ഇവിടെ എന്ന് വെച്ചാൽ റിട്ടേൺ ട്രൂ ആണ് ചെയ്യുന്നത് അല്ലേ. സോ ഇത് ട്രൂ റിട്ടേൺ ചെയ്യുന്ന ഫസ്റ്റ് എലമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ വെച്ചിട്ട് എക്സിക്യൂഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ആ എലമെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ അതാണ് റിട്ടേൺ ചെയ്യുന്നത്. സോ മൾട്ടിപ്പിൾ ദ്രാവിഡ് ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ കേസിൽ 3-4 ദ്രാവിഡൊക്കെ ഉണ്ട്, ഇതിൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ ഫസ്റ്റ് മാച്ച് ഏതാണെന്ന് വെച്ചാൽ അത് മാത്രമേ റിട്ടേൺ ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ താഴത്തെ ഒരു 5-6 ദ്രാവിഡ് ഉണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റത്തെ മാച്ച് ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ബാക്കി നോക്കില്ല, ഇവിടെ വെച്ച് എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്തിരും. ഓക്കെ, സോ ഫൈൻഡ് ഒബ്ജക്റ്റ് ബേസിക്കലി നമ്മൾ കോൾ ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു. സോ ഇത് റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് നെയിമിൽ വരും. സോ നെയിമിൽ വരുമ്പോൾ
നിങ്ങൾ ആലോചിക്കണം അത് വരുന്നത് സെയിം റെഫറൻസ് ആണ്, കോപ്പി അല്ല എന്നുള്ളത്. കാരണം ഫൈൻഡ് ഒബ്ജക്റ്റിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യില്ല. സോ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ആദ്യം കണ്ടോ, നമുക്ക് നെയിം ദ്രാവിഡായിട്ട് കിട്ടി. ഈ ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കിട്ടി. എന്നിട്ട് ഞാനിവിടെ നെയിം ഡോട്ട് നെയിം ഈക്വൽ ടു എന്ന് വെച്ചാൽ നെയിം കിട്ടുന്നുണ്ട്, ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ ഇത് ഈ നെയിം എടുക്കുന്നുണ്ട്. അപ്പോൾ ദ്രാവിഡ കിടക്കണം ഈക്വൽ ടു ഞാൻ നമുക്കിവിടെ ധോണി എന്ന് എഴുതാം, ധോണി. എന്നിട്ട് ഞാനിവിടെ നെയിം ഒന്നും കൂടി, നെയിമല്ല, ഞാൻ പ്ലെയർ പ്രിൻ്റ് ചെയ്യാം. നമുക്ക് ഈ അറേ പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ സോ പേര് മാറി. കാരണം ഇവിടെ കിട്ടുന്ന ദ്രാവിഡാണ്. ദ്രാവിഡിന് ഞാൻ പേര് മാറ്റി ധോണിന്ന് കൊടുത്തു. കാരണം ഇവിടെ കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണെന്നുള്ളത് കോപ്പിയല്ല, അതേ റെഫറൻസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മുടെ അറേയിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറിയിരിക്കുന്നത്. ഇവിടെ ദ്രാവിഡിൽ നിന്ന് മാറിയിട്ട് ധോണിയായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. സോ അതുകൊണ്ട് അതാണ് റീസൺ. കാരണം ഞാൻ പറഞ്ഞു സെയിം ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് ഇവിടെ വരുന്ന എന്ത് ഒബ്ജക്റ്റ് ആണോ, ഈ വരുന്ന എന്ത് ഒബ്ജക്റ്റ് ആണോ എന്ന് വെച്ചാൽ ഇതിൻ്റെ റെഫറൻസ് ആണ് ഇവിടെ വരുന്നത്. സോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിൽ ഇവിടെയും ചേഞ്ച് ആവും. ഓക്കെ, സോ ഫൈൻഡ് ഇൻഡെക്സ് ബേസിക്കലി ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ രണ്ട് മെത്തേഡ് ഫൈൻഡ് ഇൻഡെക്സ് ഉണ്ട്. ഇപ്പം ഞാനിവിടെ ഇത് കമൻറ്റ് ഔട്ട് ചെയ്ത് വയ്ക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഫൈൻഡ് മാറ്റിയിട്ട് ഫൈൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ നെയിം ഇൻഡെക്സ് അത് തന്നെ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഇടാം. സോ ഞാൻ നെയിം ഇൻഡെക്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. സോ നമുക്കിവിടെ കിട്ടി 0 1. സോ ഫസ്റ്റ് ഇതിലായതുകൊണ്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ഫൈൻഡ് ഇൻഡെക്സിൻ്റെ എന്താണോ ഇൻഡെക്സ്, മാച്ചിങ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് ഫസ്റ്റ് ഇൻഡെക്സ് ആയതുകൊണ്ട് നമുക്ക് ഫണ്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ മാക്സ് ബേസിക്കലി നമുക്ക് കിട്ടുന്നുണ്ട് ഡാറ്റ ദ്രാവിഡിൻ്റെ ഡാറ്റ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ 1 കിട്ടുന്നുണ്ട്. സോ ഇപ്പം മാച്ച് ആവുന്നില്ല എന്ന് വിചാരിക്കും. നമുക്ക് ഇവിടെ ഒരു പേര് കൊടുത്തിട്ട് മാച്ച് ആവണമെന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റിട്ടേൺ ചെയ്യേണ്ടാവുക? ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, -1 ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, കാരണം എന്ത് ഫൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അത് റിട്ടേൺ ചെയ്യുന്നത് -1 ആണ്, അതാണ് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇൻഡെക്സ് ഓഫ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രിമിറ്റീവ് വാല്യൂസിന് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, നമ്പേഴ്സ് സ്ട്രിങ്സ് ഒക്കെ മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എലമെൻ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അറേയുള്ള ഒബ്ജക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഫൈൻഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ആ വാല്യൂ ഫൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ അറേയുള്ള ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലത്തെ ഫൈൻഡ് ചെയ്തിട്ട് ഇൻഡെക്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അത് ബേസിക്കലി വെച്ചാൽ ഫസ്റ്റ് മാച്ച് ഏതാണ് ഫസ്റ്റ് മാച്ച് വരുന്നത് വെച്ചാൽ ഫൈൻഡ് ഇൻഡെക്സും ഏതാണ് ഫസ്റ്റ് മാച്ച് വരുന്നത് വെച്ചാൽ അതാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മെയിൻ ആലോചിക്കേണ്ടത് ഫൈൻഡ് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നത് കോപ്പിയല്ല, സെയിം റെഫറൻസ് തന്നെയാണ് ഫൈൻഡ് ഒബ്ജക്റ്റ്. ഇതാണ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതേ ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്, അവ എൻ്റെ കോപ്പി അല്ല. സോ ആ ഒബ്ജക്റ്റ് നിങ്ങൾ ലേറ്റർ ഓൺ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് എവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവിടെയൊക്കെ കറസ്പോണ്ടെങ്കിൽ ചേഞ്ച് ആവുകയും ചെയ്യും. സോ അതാണ് ഇന്നത്തെ വീഡിയോ. ഫൈൻഡ് ഇൻഡെക്സും നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തേക്കാം. വേണമെങ്കിൽ ഒരു ടാസ്ക് മുന്നിൽ തരാം. നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ട് ആ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഔട്ട്പുട്ട് ഉണ്ടാവുക അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഞാനത് പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് അത് ചെയ്യുക. പിന്നെ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ ഫൈൻഡിങ്സിനെ കുറിച്ച് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കുറച്ചുകൂടി ഇതൊക്കെ നിങ്ങളുടെ മെയിൻ പ്രോഗ്രാമിൽ യൂസ് ചെയ്യേണ്ട സിനാരിയോസുമാണ് ഫൈൻഡ് മെത്തേഡൊക്കെ ഉണ്ടാവുക. എന്തായാലും മോസ്റ്റ് ഓഫ് ദി പ്രോഗ്രാംസ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും ഈ മെത്തേഡൊക്കെ. സോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.